നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നുള്ളത് രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി ശ്രീ വേണു രാജാമണിയാണ്. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറി എന്ന നിലയ്ക്കാണ് താങ്കൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. രാഷ്ട്രപതി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, മാധ്യമ ഉള്ളടക്കം മുഴുവൻ കാണുന്നത് താങ്കളുടെ കണ്ണിലൂടെ ആയിരിക്കും എന്ന് കരുതുന്നു. എന്താണ് രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലകൾ? രാഷ്ട്രപതിയുടെ പ്രസ് സെക്രട്ടറിയുടെ ചുമതലകൾ തുടങ്ങുന്നത് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, രാഷ്ട്രപതിയെക്കുറിച്ച് വരുന്ന വാർത്തകൾ, രാഷ്ട്രപതി അറിഞ്ഞിരിക്കേണ്ട വാർത്തകൾ, രാഷ്ട്രപതി ഭവനെക്കുറിച്ച് വരുന്ന വാർത്തകൾ, ഇവയെല്ലാം രാഷ്ട്രപതിയുടെ അടുത്ത് എത്തിക്കുക, അദ്ദേഹത്തെ അറിയിക്കുക, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹത്തിനോട് യഥാസമയം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർത്തവ്യം. അത് കഴിഞ്ഞാൽ ആ സ്റ്റോറീസിൽ നിന്നും ഉടലെടുത്ത് രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഓരോ പരിപാടികളിലും, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലുമെല്ലാം അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ നൽകുക. ഈ ആനുകാലിക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രപതി ഒരു അവസരത്തിൽ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെല്ലാം ഇതെല്ലാം തീരുമാനിക്കുന്ന രാഷ്ട്രപതി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളും റിസർച്ചും ഐഡിയാസും ഒപ്പീനിയനും എല്ലാം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ സഹായിക്കുക എന്നതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതിയുമായിട്ട് താങ്കൾക്ക് ദീർഘകാലത്തെ പരിചയമുണ്ട്. അദ്ദേഹം മുൻ ദൗത്യങ്ങൾ നിർവഹിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ടീമിൽ പലപ്പോഴും താങ്കളുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച്, പ്രണബ് കുമാർ മുഖർജി എന്ന വ്യക്തിയെക്കുറിച്ച്, അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദേശീയ വ്യക്തിത്വത്തെക്കുറിച്ച് ഒക്കെ താങ്കളുടെ അഭിപ്രായം എന്താണ്? അടുത്തറിയാവുന്ന ആൾക്കാരെല്ലാം ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നാണ് അദ്ദേഹത്തെ. ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിന് ഈ നമ്പേഴ്സിനോടും സ്റ്റാറ്റിസ്റ്റിക്സിനോടും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനോടും ഹിസ്റ്ററിയോടും എല്ലാം വളരെ വലിയ താല്പര്യമുണ്ട്. നല്ല ഓർമ്മശക്തിയുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് 80 വയസ്സാണ്. എന്നാലും ഒരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ നന്നായി അദ്ദേഹം ഓർക്കാറുണ്ട്. മാത്രമല്ല, ഇന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നയാൾ മത്സരിച്ചു, ഇന്നയാൾ ജയിച്ചു, ഇന്നയാൾ തോറ്റു, ഇത്ര വോട്ടിൽ തോറ്റു എന്നെല്ലാം അദ്ദേഹം പറയും. അദ്ദേഹം പ്രസിഡൻ്റായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ ഒരു വളരെ രസകരമായൊരു ഇൻസിഡൻ്റ് ഉണ്ട്. എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു കാൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒറിജിനലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത് കാണാതായി. അപ്പോൾ കാൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് അദ്ദേഹം കോളേജ് സ്റ്റുഡൻ്റായി പഠിച്ചിരുന്ന കാലത്തെ റോൾ നമ്പർ ഓർത്ത് ഇന്ന വർഷം ഇന്ന റോൾ നമ്പർ വെച്ച് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് കാൽക്കട്ട യൂണിവേഴ്സിറ്റി ആ ഡോക്യുമെൻറ്റ്സ് സെർച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. ശ്രീ പ്രണബ് മുഖർജിയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ 2 കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നും ജനിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നോർത്ത് ബംഗാളിലെ മിറാട്ടി എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറണ്ടും ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ സ്കൂളിൽ പോകുന്നത് പാടങ്ങളും പുഴകളും താണ്ടിയാണ്. ഏകദേശം 1 മണിക്കൂർ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. പലപ്പോഴും മഴക്കാലത്ത് ഈ വെള്ളം പൊങ്ങിക്കിടക്കുമ്പോൾ സ്കൂൾ യൂണിഫോം നനയും എന്ന് വിചാരിച്ച് സ്കൂൾ യൂണിഫോം അഴിച്ച് കയ്യിൽ പിടിച്ച് തോട് താണ്ടി എന്നിട്ട് സ്കൂൾ യൂണിഫോം ഇട്ടാണ് അദ്ദേഹം സ്കൂളിൽ പോയിരുന്നത്. അദ്ദേഹം ജീവിതം ആരംഭിച്ചത് ഒരു കോളേജ് ലെക്ചറായിട്ടാണ്. അത് കോളേജ് ലെക്ചറും കൽക്കട്ടയിലല്ല, നോർത്ത് ബംഗാളിലെ ഒരു ചെറിയൊരു കോളേജിൽ സൈക്കിൾ ചവിട്ടി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോയി ആണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിന് ഇന്നും ഏറ്റവും കമ്പമുള്ളൊരു കാര്യം ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ പുതിയതായി വന്നിട്ടുള്ള MLA-മാരോ MP-മാരൊക്കെ കിട്ടിയാൽ അദ്ദേഹം പാർലമെൻ്ററി പ്രാക്ടീസിനെ കുറിച്ച് ഒരു ക്ലാസ് തന്നെ എടുക്കും. അതുപോലെ തന്നെ അദ്ദേഹം കോളേജ് ടീച്ചറായിരുന്നപ്പോൾ ബാക്കി ടീച്ചേഴ്സ് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് സമയത്തിന് തീരില്ല, അതുകൊണ്ട് അവരെല്ലാവരും പ്രിൻസിപ്പലിനോട് പെറ്റീഷൻ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആക്കി വെക്കും, അത് നീണ്ടുപോയാലും വേറെ ആരെയും ശല്യം ചെയ്യില്ലല്ലോ എന്നുള്ള. അപ്പം ഈ അടുത്ത കാലത്ത് ടീച്ചേഴ്സ് ഡേയുടെ തലേ ദിവസം ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അദ്ദേഹം രാഷ്ട്രപതി ഭവനുള്ളിൽ തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ വിദ്യാർത്ഥികളോട് അഭിസംബോധന ചെയ്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തു. അന്ന് അദ്ദേഹം അത്രയും സന്തോഷവാനായി, വളരെ അപൂർവമാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം കുട്ടികളോട് പറയുകയും ചെയ്തു, ഇതിനെ ഈ പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതലൊരു സന്തോഷം ഞാൻ മറ്റ് ഏരിയസിൽ അധികം കണ്ടിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ ഒരു വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിൽ എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കഴിവും കഠിനാധ്വാനവും നമ്മൾ കാണുന്നു. അതിനോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹത്വവും നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പൗരന്, ഒരു മലയാളിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായും അതിന് കത്തയക്കുക, മെയിൽ അയക്കുക തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വിശ്വാസ്യതയുള്ള രീതി എങ്ങനെയാണ്? ഒരു പൗരന് രാഷ്ട്രപതിയെ ബന്ധപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മലയാളത്തിൽ അത് കഴിയുമോ? അദ്ദേഹം പോലും പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ 40-50 വർഷത്തെ ജീവിതം നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലും പാർലമെൻറ്റിലും എല്ലാം ചിലവഴിച്ചത്. എന്നിട്ടും ഈ രാഷ്ട്രപതി ഭവനെ ചുറ്റിപ്പറ്റി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടും അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ ബിൽഡിംഗ് എന്താണ്, അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ ആ സാഹചര്യം മാറ്റാനായി ഞങ്ങൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി ഭവനിൽ ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. അതുവഴി ഇന്ന് സാധാരണക്കാർക്ക് രാഷ്ട്രപതി ഭവൻ സന്ദർശിക്കാം, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം, അതിൻ്റെ ചരിത്രം മനസ്സിലാക്കാം. രാഷ്ട്രപതി ഭവൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഒരു ഇന്ത്യക്കാരന് രാഷ്ട്രപതിയോട് സമ്പർക്കം പുലർത്തണം, എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഡയറക്റ്റായിട്ട് തന്നെ കത്തെഴുതാം. ഞങ്ങളുടെ വെബ്സൈറ്റിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള പ്രൊവിഷനുണ്ട്. അതിൽ കൂടി അദ്ദേഹത്തിന് അവരുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാം. ഇമെയിൽ വഴി മെസ്സേജസ് അയക്കാം. എന്നാൽ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇത് അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയതുകൊണ്ട് ഈ വരുന്ന കത്തുകളിലൊന്നും അദ്ദേഹം അഭിപ്രായം പറയാറില്ല. അത് ഏത് മിനിസ്ട്രിയെ കൺസേൺ ചെയ്യുന്നു ആ മിനിസ്ട്രിയിലേക്ക് അത് കൈമാറുകയും ആ മിനിസ്ട്രിയോട് വേണ്ട ഉത്തരങ്ങൾ നൽകുക എന്ന് പറയുകയാണ് രാഷ്ട്രപതി ഭവൻ ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് താങ്കളുടെ ദുബായ് ദൗത്യകാലമായിരിക്കും. ആ കാലത്തെക്കുറിച്ച് എന്തു പറയുന്നു? അവിടെയുള്ള ഗൾഫിലെ മലയാളി സമൂഹത്തെക്കുറിച്ച് എന്തു പറയുന്നു? അവർ നമുക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ച്, നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട സഹായത്തെക്കുറിച്ച് ഒക്കെ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ ഞാൻ പ്രവർത്തനത്തിലൂടെ സന്തുഷ്ടി നേടിയത് ദുബായിൽ വെച്ചായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ദുബായിലെ ഇന്ത്യൻ കൺസൽ ജനറൽ ഒരു സാധാരണ നയതന്ത്ര പ്രതിനിധി അല്ല. അവിടുത്തെ കൺസൽ ജനറലിന് അവിടുത്തെ പാവപ്പെട്ട ലക്ഷക്കണക്കിനുള്ള പാവപ്പെട്ട ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ട അവകാശങ്ങൾ അവർക്ക് എത്തിക്കുകയും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുകയും ഇന്ത്യയിൽ നിന്നും വരുന്ന ചൂഷണപ്പെടുന്ന തൊഴിലാളികൾക്ക് ആ ചൂഷണം എങ്ങനെ നിർത്തുവാൻ സാധിക്കും, ഇന്ത്യയിൽ നിന്നും സ്ത്രീകളെ ട്രാഫിക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ നിർത്തുവാൻ സാധിക്കും എന്നെല്ലാം മറ്റ് ഒരു രാജ്യത്തും കൈകാര്യം ചെയ്യാത്ത ചില സാമൂഹിക പ്രശ്നങ്ങൾ ദുബായിലെ സ്ഥാനപതിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇന്ത്യയുമായി അടുത്ത ബന്ധം നിലനിർത്തേണ്ടി വരുന്നു. വളരെയധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമെന്ന നിലയ്ക്ക് കേരള സർക്കാരുമായും ദക്ഷിണേന്ത്യയിലെ സർക്കാരുകളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തേണ്ടി വന്നിരുന്നു. ഞാൻ അന്ന് എൻ്റെ റോളിനെ കണ്ടിരുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടല്ല, നേരെ മറിച്ച് ഒരു പല NGOകളെയും ഏകീകരിച്ച് ഒരുമിച്ച് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് മാത്രമാണ്. അതിന് കാരണം ഈ 20 ലക്ഷം ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും നമുക്ക് ഒരു ചെറിയൊരു എംബസിക്കോ ഒരു കൺസുലേറ്റിനോ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റാൻ സാധിക്കില്ല. അവർക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ നേരിടുന്ന ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും സംഘടനകളുമോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു കളക്റ്റീവ് ഫോഴ്സ് സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ വലിയൊരു പരിധി വരെ സഹായിച്ചു. എൻ്റെ പ്രവർത്തനങ്ങൾ വിജയിക്കാൻ വലിയൊരു കാരണം അവിടുത്തെ മലയാളികളാണ്. മലയാളികൾ എന്ന് പറയുമ്പോൾ പൊതുവേ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരെടുത്ത് നോക്കിയാൽ ഞാൻ അവർ 3 തട്ടിലാണ് തരംതിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ട്, മലയാളികളുണ്ട്, നോൺ മലയാളീസുമുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. അതിൻ്റെ മുകളിൽ വലിയൊരു വിഭാഗം ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്. അവർ സ്കൂൾ ടീച്ചേഴ്സാണ്, എൻജിനീയേഴ്സാണ്, ഡോക്ടേഴ്സാണ്, ഫിനാൻസ് പ്രൊഫഷണൽസാണ്, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ക്ലറിക്കൽ സ്റ്റാഫാണ്, അല്ലെങ്കിൽ ജൂനിയർ മാനേജ്മെൻറ്റ് ആൾക്കാരാണ്.
ഇത്രയും നല്ലൊരു സമൂഹം ആൾക്കാരെ ഞാൻ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് മറ്റൊരു രാജ്യത്തും കണ്ടിട്ടില്ല. ഇവരിൽ പലരും ഗൾഫിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഒരു സാമൂഹിക പ്രവർത്തനത്തിനുള്ള സ്കോപ്പ് വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ അവരുടെ ചുറ്റും അവർ കാണുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം ഒരു കൺസുലേറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് 10 പേരുടെ സഹായം വേണം അല്ലെങ്കിൽ 100 പേരുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ ഒരു 100 പേരെ കിട്ടാൻ ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് പലപ്പോഴും ആൾക്കാർ വന്ന് എന്നോട് ചോദിക്കും, എനിക്കെങ്ങനെ സഹായിക്കാൻ സാധിക്കും, ഞാൻ കൺസുലേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പാവപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ് ഗൈഡ് മീ, അഡ്വൈസ് മീ, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണം. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഓൾ കേരള കോളേജ് അലൂമിനി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. കേരളത്തിലെ എല്ലാ കോളേജസിലെ അലൂമിനെ ഏകീകരിച്ചുകൊണ്ടുള്ളൊരു സംഘടനയായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരിക്കൽ ഒരു ഓണാഘോഷത്തിന് വന്ന് ക്ഷണിച്ചപ്പോൾ ഞാൻ അവരോട് ഒരു സജഷൻ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി ഓണം ആഘോഷിക്കുന്നത് നല്ല കാര്യമാണ്, സദ്യ കഴിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ലേബർ ക്യാമ്പിൽ വെച്ച് ഒരു സദ്യ നമുക്ക് നടത്തുക. നിങ്ങളത് സംഘടിപ്പിക്കുക, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അതിൽ വന്ന് പങ്കെടുക്കാം. നമുക്ക് ഈ സാമാന്യം സൗകര്യങ്ങൾ ഉള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് ഓണം ഒരിക്കലും അല്ലെങ്കിൽ ഓണം ശരിയായി ആഘോഷിക്കാൻ അവസരമില്ലാത്ത, പണമില്ലാത്ത അല്ലെങ്കിൽ മലയാളികൾ അല്ലാത്തവർക്ക് പോലും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഓണാഘോഷങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അത് അവർ നടപ്പിലാക്കുകയും വലിയൊരു വിജയമാകുകയും എല്ലാ വർഷവും തുടർന്ന് ആ ഒരു പ്രവർത്തനം അവർ നടത്തുവാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഈ രണ്ടാം തട്ടിലുള്ള ഇന്ത്യക്കാർ. എന്നാൽ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ഇന്ത്യക്കാരും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ ഗൾഫിലുള്ള പണക്കാരായ ഇന്ത്യക്കാരാണ്. അവരിൽ വലിയൊരു ഭൂരിഭാഗം ബിസിനസ്സുകാരാണ്. വലിയൊരു വിഭാഗം ആൾക്കാർ വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ തുടങ്ങി ഇന്ത്യയിൽ നിന്നും ഒന്നുമില്ലാതെ 20 വർഷമോ 25 വർഷമോ മുമ്പ് ആദ്യം ഗൾഫിൽ ചെല്ലുകയും ചെറിയ ജോലികൾ ചെയ്ത് ചെറിയ കടകൾ തുടങ്ങി ഇന്നും വൻപിച്ച മൾട്ടിനാഷണൽ പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നവരാണ്. ഇവരെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ള എൻ്റെ അനുഭവത്തിൽ ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യക്കാർക്ക് വേണ്ടിയും എന്തെങ്കിലും സഹായം നൽകണമെന്ന് പറഞ്ഞാൽ എന്നും തയ്യാറായിട്ടുള്ളവരാണ്. അതിൽ വലിയൊരു വിഭാഗം ആൾക്കാർ അവരുടെ ആ റൂട്ട്സിനോട് സ്നേഹവും ഓർമ്മയുമുള്ള ആൾക്കാരാണ്. ശരിക്കും ഗൾഫിലെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ NRIസിന് നല്ലൊരു മോഡലാണ്. ഇവർ സംഖ്യയിൽ വളരെ വലുതായതുകൊണ്ട് പലപ്പോഴും പലരും പറയാറ് ഉള്ള 1000 അസോസിയേഷൻസ് ഉണ്ട്, എല്ലാവരും തമ്മിൽ തല്ലുകയാണ്, എല്ലാവർക്കും പരാതിയാണ്, ഇന്ന പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയും. എന്നാൽ എൻ്റെ അനുഭവത്തിൽ ഇതൊരു യാഥാർത്ഥ്യമല്ല. ഇന്ത്യയെ സ്നേഹിക്കുകയും ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഇന്ത്യക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഗൾഫിലുള്ളത്. ഞാൻ ആ ദുബായിൽ ചിലവഴിച്ച ഓരോ നിമിഷവും വളരെയധികം സ്നേഹത്തോടു കൂടിയും ആണ് ഞാൻ ഓർക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടും ലോകബാങ്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഇരുന്നുള്ളൊരു നോട്ടത്തിൽ കേരളത്തിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? കേരളം അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ തന്നെ എടുത്താൽ ലോക സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യ ഒരു അണ്ടർ അച്ചീവറാണ് എന്നുള്ളതാണ്. നമുക്കുള്ള കഴിവിനെ നമ്മൾ പരിപൂർണമായി ഉപയോഗിച്ചിട്ടില്ല. നമ്മൾക്ക് എത്രയോ വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. സാമ്പത്തിക രംഗത്ത് വളരുവാൻ, നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ, രാഷ്ട്രീയ രംഗത്ത് വലിയൊരു പങ്ക് വഹിക്കാൻ. ഇതെല്ലാം ഇന്ത്യക്ക് ചെയ്യാവുന്നത് അത്രയും നമ്മൾ നേടിയിട്ടുള്ളത് പലതും വളരെ മഹനീയമാണ്. മറ്റ് രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ വളരെ ഉന്നതങ്ങളിൽ ചെന്നെത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കഴിവും നമ്മുടെ എബിലിറ്റിയും നമ്മുടെ റിസോഴ്സസും ഏറ്റവും പ്രധാനം നമ്മുടെ ജനങ്ങളെയും എടുത്തു നോക്കിയാൽ, ആ ജനങ്ങളുടെ കഴിവുകളെയും എടുത്തു നോക്കിയാൽ നമ്മൾ എത്തേണ്ടിയടുത്ത് ഇന്നും എത്തിയിട്ടില്ല. കേരളത്തിൻ്റെ സ്ഥിതിയും ഇതുപോലെ തന്നെയാണ്. ഇത്രയും പ്രകൃതി മനോഹാരിതയുള്ള, ഇത്രയും മിടുക്കന്മാരായ പുരുഷന്മാരും സ്ത്രീകളും തിങ്ങിപ്പാർക്കുന്ന, വിദ്യാഭ്യാസ രംഗത്തിൽ ഇത്രയും ഉയർച്ചയിലെത്തിയ, ആരോഗ്യരംഗത്ത് ഇത്രയും മുന്നേറ്റങ്ങൾ നേടിയിട്ടുള്ള സംസ്ഥാനങ്ങൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ നിന്നും നമ്മൾക്ക് എങ്ങനെ ഒരു ക്വാണ്ടം ജമ്പ് നടത്തുവാൻ സാധിക്കും, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക്
പുതിയ ലെവൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് എത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് കേരളത്തിന് മുന്നിലുള്ള ചാലഞ്ച്. ഇതിന് സൊല്യൂഷനായിട്ട് പലരും ടൂറിസത്തെക്കുറിച്ച് പറയാറുണ്ട്, IT-യെക്കുറിച്ച് പറയാറുണ്ട്, ബയോടെക്നോളജി, മറ്റ് ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഇവയെല്ലാം പ്രധാനമാണ്. നമുക്ക് കേരളത്തെ ഇന്ന് കേരളം അഭിമാനിക്കാനായി ഒരുപാടുണ്ടെങ്കിലും ഇനിയും നടക്കുവാനായി എത്രയോ ദൂരം നമുക്ക് നിൽക്കുന്നു. അത് പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കേരളം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. കേരളം ഇന്ത്യയിലെ പല രംഗങ്ങളിലും ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റാണ്. എന്നാൽ സാമ്പത്തിക വളർച്ചയുടെ രംഗത്തും പെർ ക്യാപിറ്റ ഇൻകം ഏരിയയിലും ഇൻഡസ്ട്രിയൽ വളർച്ചയുടെ ഏരിയയിലും എല്ലാം കേരളത്തിന് നമ്പർ 1 സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കും. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഒരു മോഡലായിട്ടാണ് പണ്ടേ കേരളത്തെ കരുതിയിരിക്കുന്നത്. ആ കേരള മോഡൽ എന്ന് പറയുന്നത് ഇന്ന് നമുക്കതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരം ആവശ്യമാണ്. ആ പഴയ കേരള മോഡലിൽ നിന്നും മാറി ഒരു ന്യൂ കേരള മോഡൽ 2.0 ആണ് ഇന്ന് കേരളത്തിൻ്റെ ആവശ്യം. അത് കേരളത്തിൻ്റെ ജനത അർഹിക്കുന്നു. അതിന് ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ബുദ്ധിജീവികളും മീഡിയ ചാനലുകളും എല്ലാം സഹകരിച്ച് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നേറണം എന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്കുള്ള ഒരു അഭ്യർത്ഥന. പൊതുക്കാര്യങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് താങ്കളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ, താങ്കളുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ തലമുറയിൽ വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് രാജാമണി. അദ്ദേഹം താങ്കൾ രൂപപ്പെടുന്നതിൽ ചെലുത്തിയ സ്വാധീനം എന്താണ്? താങ്കളുടെ കുടുംബവും താങ്കളിൽ ചെലുത്തിയ സ്വാധീനം എന്താണ്? അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിച്ചാൽ എന്ത് പറയാം? എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എൻ്റെ പിതാവിനെ അനുസ്മരിക്കുക എന്നുള്ളത്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഞാൻ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയട്ടെ, ഞാൻ വിദേശ സർവീസിൽ ജോയിൻ ചെയ്തതിൽ തന്നെ അദ്ദേഹത്തിനൊരു അദൃശ്യ പങ്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം എന്നെ യാത്ര ചെയ്യാനായിട്ട് എന്നും പ്രേരിപ്പിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഇന്ന് അതിനെ തുടർന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസിലെ അംഗമായത്. ഇന്നും ലോകത്തെ പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യാൻ വളരെയധികം ഉത്സാഹം കാട്ടുന്നത്. അതിനുപരി ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ വീടും ഞങ്ങളുടെ ഡൈനിങ് ടേബിളും എന്നും സമൂഹത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും നിയമവിഷയങ്ങളെക്കുറിച്ചുമെല്ലാം സ്ഥിരമായ ചർച്ചകൾ നടക്കുന്ന ഒരു വേദിയായിരുന്നു. ചിലപ്പോൾ അച്ഛൻ്റെ ക്ലയൻസ് അവിടെ ഉണ്ടാവും, അച്ഛൻ്റെ ജൂനിയേഴ്സ് അവിടെ ഉണ്ടാവും, മറ്റ് അഭിഭാഷകർ വീട്ടിൽ വരും. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഈ നിയമ ചർച്ചകളും നിയമവിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റും കേട്ടാണ് ഞാൻ വളർന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ജനീവയിൽ യുണൈറ്റഡ് നേഷൻസിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സും ലോയും കൺവേർജ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചില വിഷയങ്ങൾ എൻ്റെ അഭിപ്രായം പറഞ്ഞ ശേഷം മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള എൻ്റെ കൊളീഗ്സ് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ലോയറാണോ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഒരു ലോയർ വാദിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഞാനൊരു ലോയറായിട്ട് ഇന്നേവരെ വർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ എൻ്റെ ബ്ലഡിൽ ലോയറുണ്ട്. എൻ്റെ അച്ഛൻ അഭിഭാഷകനായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ അഭിഭാഷകനായിരുന്നു, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അഭിഭാഷകരുണ്ടായിട്ടുണ്ട്. അപ്പോൾ പലതുകൊണ്ടും അഭിഭാഷക വൃത്തി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രൊഫഷനാണ്. എന്തെങ്കിലും അതിലേക്ക് ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന ഒരു കാര്യം ഞാൻ ഇന്നും ആലോചിക്കാറുണ്ട്. അതെ. അതുപോലെ തന്നെ അച്ഛൻ KPAC-യുടെ ആദ്യകാല സംഘാടകനായിരുന്നു. അദ്ദേഹം ജനാർദ്ദനക്കുറുപ്പിനൊപ്പം അതുപോലെ തന്നെ ONV സാറിനൊപ്പം ദേവരാജൻ മാസ്റ്റർക്കൊപ്പം ഇത് സംഘടിപ്പിച്ച നാടക സംഘം സംഘടിപ്പിച്ച ഒരാളാണ്. അത് താങ്കൾ ജനിക്കുന്നതിന് മുമ്പായിരിക്കും ആ കാലം അച്ഛൻ അനുസ്മരിക്കാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ആ കാലം അദ്ദേഹത്തെ എങ്ങനെ പിന്തുടർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്? തീർച്ചയായും അത് അച്ഛൻ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ആ അനുസ്മരണയിലെ രണ്ട് പ്രധാന ഘടകം,
ഒന്ന് കലയോടുള്ള ഒരു സ്നേഹമായിരുന്നു. അത് എല്ലാവിധ കലാപ്രവർത്തനങ്ങളിലും അച്ഛന് പങ്കെടുക്കുവാനും കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുവാനും പുതിയ സംഘടനകൾ സൃഷ്ടിക്കുവാനും കലാകാരന്മാർക്ക് വേണ്ട സപ്പോർട്ട് നൽകുവാനും എല്ലാം അച്ഛൻ സ്വയം പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരെയും അത് ചെയ്യുവാനായി പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞങ്ങളെല്ലാം കുട്ടിക്കാലത്ത് ബർത്ത്ഡേ പാർട്ടീസ് ഉണ്ടാകുമ്പോൾ അച്ഛൻ ചിലപ്പോൾ അടുത്തുള്ള ബ്ലൈൻഡ് സ്കൂളിൽ ചെന്ന് അവിടുന്ന് കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ മ്യൂസിക്കൽ പെർഫോമൻസസ് ഒക്കെ വെച്ചായിരുന്നു ഞങ്ങൾ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ കലയോടുള്ളൊരു സ്നേഹം എന്നും അച്ഛൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികളും കൗമാരപ്രായക്കാരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ജീവിതം കരുപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. താങ്കൾക്കാവട്ടെ വളരെ സമ്പന്നമായ പൈതൃകമുണ്ട്, അതുപോലെ തന്നെ വളരെ വളരെ വിശാലമായ അനുഭവങ്ങളുമുണ്ട്. അവരോടൊക്കെ താങ്കൾക്ക് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്തു പറയാനുണ്ട്? ഉപദേശമായിട്ട് എന്ന് വേണ്ട, എന്താണ് ഒരു അനുഭവസമ്പന്നരായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്? ഞാൻ പരിചയപ്പെടുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാറുള്ള രണ്ട് കാര്യം. ഒന്ന്, ജീവിതം മുഴുവനായി തന്നെ ജീവിക്കുക, സമ്പന്നമായി തന്നെ ജീവിക്കുക. രണ്ടാമത്തത്, ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഒരു മാറ്റം ഉണ്ടാകണം. മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി, അതിൽ നിന്നും മെച്ചമായി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കണം. അപ്പോൾ എന്നും പുതിയ ഐഡിയാസും പുതിയ കൺസെപ്റ്റ്സും പുതിയ നോളജും കണ്ടുപിടിക്കാനായി പ്രവർത്തിക്കുക. അതിൽ തീർച്ചയായും ഈ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്നും ഒരു കൂടപ്പിറപ്പായിരിക്കണം. നമ്മുടെ സമൂഹത്തെ കൂടുതൽ നന്മയുടെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ പറ്റും എന്നൊരു ചിന്ത എന്നും നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാർ ഈ പഴയ തലമുറയേക്കാൾ എത്രയോ കഴിവുള്ളവരാണ്. അവർക്കിന്ന് ടെക്നോളജിയുടെ സഹായമുണ്ട്. അവർക്കറിയാവുന്ന ഒരു ലോകം നമുക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവർ വളരെ ശക്തരാണ്. അവർ വിചാരിച്ചാൽ പുതിയൊരു ലോകം തീർച്ചയായും സൃഷ്ടിക്കാൻ സാധിക്കും. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കണം. വളരെയധികം സന്തോഷം ഇത്രയും നേരം ഞങ്ങളുമായി സംസാരിച്ചതിന്. താങ്കൾക്ക് എല്ലാ ആശംസകളും ഭാവുകങ്ങളും. ഞാനും വളരെയധികം എൻജോയ് ചെയ്തു. നമസ്കാരം.